എല്ലാ പ്രിയ കൂട്ടുകാർക്കും വായനാദിന ക്യൂസ് മത്സരത്തിലേക്ക് സ്വാഗതം. LP, UP, HS വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന ചോദ്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ അവസാനം വരെ കാണാൻ പരിശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ചോദ്യം: നീർമാതളം പൂത്ത കാലം എന്ന കൃതി എഴുതിയത് ആരാണ്? നീർമാതളം പൂത്ത കാലം എന്ന കൃതി എഴുതിയത് ആരാണ്? ഉത്തരം: മാധവിക്കുട്ടി. മാധവിയുടെ മറ്റൊരു പേരാണ് കമല സുരയ്യ. ചോദ്യം: രമണൻ എന്ന പ്രശസ്ത കാവ്യം എഴുതിയത് ആരാണ്? രമണൻ എന്ന പ്രശസ്ത കാവ്യം എഴുതിയത് ആരാണ്? ഉത്തരം: ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ലോക പുസ്തക ദിനമായി ഏപ്രിൽ 23 ആചരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഏപ്രിൽ 23 ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം: വില്യം ഷേക്സ്പിയറുടെ ജനനവും മരണവും ഏപ്രിൽ 23 നമുക്കറിയാം, ലോകം കണ്ട വലിയ എഴുത്തുകാരിൽ ഒരാളാണ് വില്യം ഷേക്സ്പിയർ. അദ്ദേഹത്തിൻ്റെ ജനനവും മരണവും ഏപ്രിൽ 23 ചോദ്യം: മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏതാണ്? ഉത്തരം: വാസനാവികൃതി. വാസനാവികൃതി. ചോദ്യം: കേരള സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ പുസ്തക വിൽപ്പനശാലകളുടെ പേരെന്ത്? കേരള സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ പുസ്തക വിൽപ്പനശാലകളുടെ പേരെന്ത്? ഉത്തരം: നാഷണൽ ബുക്ക് സ്റ്റാൾ. നാഷണൽ ബുക്ക് സ്റ്റാൾ. ബാലമുരളി എന്ന തൂലികാനാമത്തിൽ രചനകൾ നടത്തിയിരുന്നത് ആര്? ബാലമുരളി എന്ന തൂലികാനാമത്തിൽ രചനകൾ നടത്തിയിരുന്നത് ആരാണ്? ഉത്തരം: ONV കുറുപ്പ്. ONV കുറുപ്പ്. ചോദ്യം: യുദ്ധവും സമാധാനവും എന്ന വിഖ്യാത കൃതിയുടെ രചയിതാവ് ആരാണ്? യുദ്ധവും സമാധാനവും എന്ന വിഖ്യാത കൃതിയുടെ രചയിതാവ് ആരാണ്? ഉത്തരം: ലിയോ ടോൾസ്റ്റോയ്. ലിയോ ടോൾസ്റ്റോയ്. ചോദ്യം: മലബാറിലെ ഔഷധസസ്യങ്ങളെപ്പറ്റി ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകം ഏതാണ്? മലബാറിലെ ഔഷധസസ്യങ്ങളെപ്പറ്റി ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകം ഏതാണ്? ഉത്തരം: ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസ്. ചോദ്യം: ഈ റീഡിംഗ് എന്നതിൽ ഈ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഈ റീഡിങ്ങിൽ ഈ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഉത്തരം: ഇലക്ട്രോണിക്. ഇലക്ട്രോണിക് റീഡിംഗ് ആണ് ഈ റീഡിംഗ് എന്നറിയപ്പെടുന്നത്. ചോദ്യം: വായിക്കപ്പെടുന്നത് എന്ന അർത്ഥത്തിലുള്ള മുസ്ലിങ്ങളുടെ പുണ്യഗ്രന്ഥം ഏതാണ്? വായിക്കപ്പെടുന്നത് എന്ന അർത്ഥത്തിലുള്ള മുസ്ലിങ്ങളുടെ പുണ്യഗ്രന്ഥം ഏതാണ്? ഉത്തരം: വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആൻ. ചോദ്യം: ഇന്ത്യയിൽ സാഹിത്യ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം ഏതാണ്? ഇന്ത്യയിൽ സാഹിത്യ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം ഏതാണ്? നിങ്ങൾ ഉത്തരങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്.